കാലം മറന്നുപോയി കോലം മറിഞ്ഞു ഞാൻ, കാലഘട്ടത്തിൻ്റെ ചുമട് താങ്ങി. കാലങ്ങളേറെ ഇരുളിൽ കഴിഞ്ഞു ഞാൻ, കണ്ണുനീരോടെ ഈ ഭൂവിലെത്തി. വീണും ഞരങ്ങിയും യാത്ര തുടങ്ങി ഞാൻ, ജീവിതം നന്നായി ചുമടു താങ്ങാൻ. രാവിലെ പകലുകൾ കെട്ടിപ്പുണർന്നപ്പോൾ, കാലചക്രമേ നീ വൃദ്ധയായി. ആരോ കളിക്കും ഈ ചതുരംഗക്കേളിയിൽ, വേഷങ്ങളെമ്പാടും കെട്ടിയാടി. സദ്യയ്ക്ക് മിഴിവേഗം പുതുയുഗ കറിക്കൂട്ടിൽ, ഈ കറിവേപ്പിലയ്ക്കിനി എന്തു സ്ഥാനം? കാലം മറന്നുപോയി കോലം മറിഞ്ഞു ഞാൻ, കാലഘട്ടത്തിൻ്റെ ചുമടു താങ്ങി. ഓ ചെല്ലപ്പാ, ആ ഒരു ചായ കുടിച്ചിട്ട് വരാം, വാ. എന്നാ പോവാം. ഓ ഓ എന്തൊരു ചൂട്. അതാ ഇതാര്? രാഘവനാ? ഇരിക്കടാ. എന്തു പറ്റിയടാ നിനക്ക്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. നിനക്ക് സുഖമില്ലേ? ഹോ, അസുഖമൊന്നുമില്ല ദാസേട്ടാ, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ആഹാ, ഇന്നലെ മുതൽ തുടങ്ങിയ ഓട്ടമാണ്. മുതലാളിക്ക് വയറിന് ചെറിയ അസ്വസ്ഥത. നിങ്ങൾ എനിക്കൊരു ചായ ഇവിടെ തന്നേ. നീ ഇത് കഴിക്കടാ. മുതലാളിക്ക് അസുഖമാണെങ്കിൽ നീ എന്തിനാടാ പട്ടിണി കിടക്കുന്നത്? എന്തേലും വാങ്ങിച്ച് കഴിച്ചുകൂടായിരുന്നോ? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മുതലാളിയുടെ വയറ്റിൽ ഗ്യാസ് ആണോ ചിക്കൻ്റെ കാലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വലിയ വലിയ മിഷീൻ്റെ അകത്തേക്ക് കയറ്റി ആയിരങ്ങൾ അവിടെ ചിലവാക്കി. എന്നിട്ട് നീയും കയറിയോടാ മിഷീൻ്റെ അകത്ത്? എടാ, നിന്റെ മുതലാളിയുടെ ഗ്യാസും ചിക്കൻ്റെ കാലുമൊക്കെ അവർ ടി വിയിൽ കാണുമായിരിക്കും അല്ലേ? പോ ദാസേടാ, ഞാൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കാൻ അവിടെ ഒരാളും ഇല്ല. രാഘവ, പണമുള്ളവർക്ക് രോഗം ഒരു അലങ്കാരമാടാ, ഇല്ലാത്തവന് അതൊരു ശാപവും. എൻ്റെ ഈ വിശവ് മാറ്റാൻ ദാ ഇതൊരെണ്ണം മതി. അതാണ് അവർ നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഈ വിശപ്പ് മാറിയാൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അതൊരു മരുന്നിനും തരാൻ പറ്റും. അത് ശരിയാടാ. ആ ശരി ദാസേട്ടാ, അപ്പോൾ ശരി, പോയിട്ടോ. ഓ ദാസ, 2 ചായ അങ്ങ് എടുത്തോ. ആ ഇതാ. ഹാ, അല്ല ഇതാരാ? ആമിന മോളോ? ഇന്നെന്താ ഇത്രയും വൈകിയത്?
ഏ ഇതും കൂടി ഇരിക്കട്ടെ. പാവം. എന്നാ മോളെ പിടിച്ചോ. പൈസ ഒന്നും വേണ്ട. മോളുടെ ഉപ്പാക്കേ മാമ ഒരുപാട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. മോള് പൊക്കോ. പാവം കുട്ടി. സംസാര ശേഷിയില്ല. എന്താ ദാസ, റസാക്ക് മരിക്കുന്നതിന് മുമ്പേ കടങ്ങളൊക്കെ തീർത്തല്ലേ? ചില കടങ്ങളൊന്നും പൈസ കൊടുത്താലും തീരില്ലടാ. വിശക്കുന്ന കുട്ടിയുടെ മുമ്പിലേ കണക്ക് പുസ്തകം തുറക്കാൻ എനിക്ക് സൗകര്യമില്ല. റസാക്ക് എനിക്ക് അന്യനൊന്നുമല്ല. ഇനി ആ കുട്ടീരെയും തള്ളേരെയും കഷ്ടപ്പാട് ആര് തീർക്കാനാണ്? ഇത്ര പെട്ടെന്ന് പോകുന്ന ആരെങ്കിലും കരുതി? ശരിയാ. ഇത് അല്ലാതെ എന്ത്? അല്ല കുമാര, നിന്റെ ആ പഴയ നടുവേദന കുറഞ്ഞോ? ഞാൻ തന്ന ആ എണ്ണ തേച്ചായിരുന്നാ? ഓ, അതൊക്കെ തേച്ച്. എന്നാലും വേദനയ്ക്കൊന്നും ഒരു കുറവുമില്ല. എന്നാലും പണിക്കൊന്നും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരീരം നോക്കാതെ എന്ത് പണിയാടാ? നീയേ രാത്രി ഉറങ്ങാൻ നേരം ഇത്തിരി കരിഞ്ചീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കും, ശമനം കിട്ടും. ആഹാ, നമ്മുടെ മെമ്പർ എന്തോ പണി ഒപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു വില പറ, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നെ കാണേണ്ടത് കണ്ടാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് നോക്കാം. വേണ്ട മോളെ, മോള് കൊണ്ട് കഴിച്ചോ. മോള് പൊയ്ക്കോ. ഇല്ല ഇല്ല, അത് നമുക്ക് ശരിയാക്കാം. പിന്നെ ഈ രാജേഷ് ഒരു വാക്ക് പറഞ്ഞ വാക്കാ. എല്ലാവരും ഉണ്ടല്ലോ. എന്താ ഗൗരവമായ ഒരു ചർച്ച? എന്താ മെമ്പറ, നാട്ടിന് ഗുണമുള്ള വല്ല കാര്യമാണോ? ഏയ്, അതൊരു വസ്തു കച്ചവടം, ചെറിയ വസ്തു കച്ചവടം, അത്രേ ഉള്ളൂ. ദാസേട്ടാ, ഒരു ചായ. ആ ശരി മെമ്പറ. അല്ല മെമ്പറെ, ആ തോടിന്റെ കാര്യം എന്തരായി? മഴ പെയ്താ വെള്ളം ഇറക്കേണ്ടി വരും. അതൊക്കെ ഫയലിലുണ്ട്. ഫണ്ട് പാസ്സായി കിട്ടണം. ദാസേട്ടാ, ചായക്ക് നല്ല കടുപ്പം. ചായക്കല്ല മെമ്പറെ കടുപ്പം, നിങ്ങളുടെ വികസനത്തിന്റെ ഫയലിനാ കടുപ്പം. ദാസേട്ടാ, ഇനി അല്പം തിരക്കുണ്ട്, ഒട്ടും സമയമില്ല. അർജന്റാണേ. പൈസ പോണത് കണ്ടാ എല്ലാം ശരിയാക്കി കളയും. എന്താ ചേട്ടാ ഒരു ചായ. ആ അസീസാണല്ലോ. ഇരിക്കാ സീസേ. ശരി ദാസ, ഞങ്ങൾ പോണം. എങ്ങനെ ഉണ്ടടാ ദാസേട്ടാ? ഡയാലിസിസ് കഴിഞ്ഞ് വന്നപ്പോൾ വല്ലാത്ത നീറ്റലാണ്. ശരീരത്തിന് വല്ലാത്ത തളർച്ച. ആ എല്ലാം ശരിയാവും. ആ നിനക്കൊരു ചായ എടുക്കട്ടെടാ. അല്ലെങ്കിൽ വേണ്ട, ഞാനേ ഒരു ഗ്ലാസ് ചൂട് വെള്ളത്തിൽ അല്പം തുളസിയില ഇട്ട് തരാം. അതും കുടിച്ചിട്ട് പോയി കിടക്ക്. നാളെ രാവിലെ വരുമ്പോൾ നല്ലൊരു ഉഷിരൻ ചായ തരാം. നീ ഇത് കുടിക്ക്, എല്ലാം ശരിയാകൂടാ. ഞാൻ പോണു ദാസേട്ടാ. ആ ശരിയടാ, നീ പോയിട്ടോ. ആ ആ പുത്തൻ വീട്ടിൽ അഹമ്മദ് ഹാജിയുടെ മകൻ ഹമീദ് മരണപ്പെട്ടു. കബറടക്കം അസർ നമസ്കാരാനന്തരം.
എന്തായിരുന്നു? അകത്തോട്ട് പോയി പ്രസിഡന്റ് മെമ്പറെ എല്ലാവരും അകത്തോട്ട് പോയി അകത്തുള്ള ഓക്കെ ഓക്കെയാണ്. അവർക്ക് വേറെ കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ആ ശരി. എന്തായാലും ക്യാമ്പ് വിജയിച്ചു. അതെ, വിജയിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല തിരക്കുണ്ടായിരുന്നു. ക്യാഷോ? അത് നമുക്ക് ശരിയാക്കാം. നല്ല ക്ഷീണം. നമുക്ക് ദാസേട്ടൻ്റെ ഇടയിൽ പോയി ഒരു ചായ കുടിച്ചാലോ? അത് ശരിയാണ്, നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. എന്തായാലും ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യമായി. ശരിയാണ്. കുറച്ച് നേരത്തെ ഇത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. പ്രസിഡന്റ് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? പണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയധികം രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ആ രജിസ്റ്റർ നോക്കിയിരുന്നു. BP-യോ പ്രമേഹമില്ലാത്തവരോ ആയി നാട്ടിൽ ഒരാളും ബാക്കി. ജനുവരി, സത്യമല്ലേ? അതൊരു സത്യമാണ്. മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ആശുപത്രികളോ മരുന്നുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആളുകൾക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളത് പനിയോ വസൂരിയോ ഒക്കെ ആയിരുന്നു. അതിനൊക്കെ ഒരു കാരണവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കണ്ട പകുതി പേർക്കും വന്നിരിക്കുന്നത് നമ്മൾ തന്നെ വരുത്തി വെച്ച രോഗങ്ങളാണ്. ദാസ, ചായ. ആ വഴിയൊക്കെ മെമ്പറോട് പറഞ്ഞൊന്ന് ശരിയാക്കണം. അല്ല, അയാളോട് പറഞ്ഞിട്ടും കാര്യമില്ല. എന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞേ ചെയ്യുന്നു. അതും ശരിയാണ്. ആ, സുഖമാണല്ലോ അല്ലേ? ഓ, സുഖം. ആ ദാസേട്ടാ, 2 ചായ. ആ പ്രസിഡന്റ് ഇരിക്കെ. സെക്രട്ടറിക്ക് ചായയോടി കഴിഞ്ഞ? ആ കഴിഞ്ഞ്. എന്താ രണ്ടാൾക്കൊരു ഉന്മേഷക്കുറവ്? ഓ, നിങ്ങളെ ചായ കുടിക്കാതെ നമുക്ക് എന്ത് ഉന്മേഷമുണ്ട് ദാസേട്ടാ? നിങ്ങൾ ഈ ഗ്ലാസ്സിൽ തരുന്ന സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനും കഴിയില്ലെന്നേ. ശരി ശരി. അത് ദാസന്റെ കൈപുണ്യം മാത്രമല്ല, ആ മനസ്സിന്റെ നന്മ കൂടിയാണ്. ആ വെറുതെ സൂപ്പിക്കല്ലേ. അല്ല പ്രസിഡന്റ്, നമ്മുടെ ക്യാമ്പൊക്കെ കഴിഞ്ഞായിരുന്നോ? ആ, അത് കഴിഞ്ഞു. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. അതെ അതെ. ഏതാ അതെന്ത് പറ്റി പ്രസിഡന്റ്? ബിഷപ്പിൻ്റെ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ രോഗങ്ങൾ മാത്രമായി. അതും ശരിയാ. മരുന്നിന് പണം തരാൻ ആളുണ്ട്, പക്ഷെ ജീവനോടെ ഇരിക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ല. ശരിയാണ്. ചികിത്സിച്ച ഭേദമായാലും വിശന്ന് മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതെ, രോഗം പുറത്ത് കാണാം. അതുകൊണ്ട് ആളുകൾക്ക് സഹതാപവും തോന്നും. പക്ഷേ വിശപ്പ് ഉള്ളിലാണ്, അത് പുറത്ത് കാണില്ലല്ലോ. അതാണ് കാരണം. അത് കാണണമെങ്കിൽ മനുഷ്യന്റെ കണ്ണ് വേണം. ദാ, വെറും നോട്ടം പോരാ. മരുന്ന് പോലെ തന്നെ പ്രധാനമാണ് ഒരു നേരത്തെ ആഹാരവും. അല്ല പ്രസിഡന്റ്, ഇന്ന് ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ചില ലോബികൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും എല്ലാം കച്ചവടം മാത്രം. ഇന്ന് മരുന്നും ഭക്ഷണവും തമ്മിലുള്ള യുദ്ധമാണ് ദാസേട്ടാ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും എന്തോ ഒരു അല്ലായ്മ പോലെ. അതിനും പരിഹാരമുണ്ട് പ്രസിഡന്റ്. അല്പം കരിഞ്ചീരകവും ഇഞ്ചിയും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ചങ്ങ് കുടിക്കും. 10 മിനിറ്റിനുള്ളിൽ എല്ലാം അങ്ങ് പമ്പ നടക്കും. ഇത് കൊള്ളാലോ. ദാസേട്ടൻ
ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോയല്ലേ ദാസേട്ടാ. ഇനി എനിക്ക് ആര് തരും ആ തുളസി വെള്ളം? കുറുപ്പേ, ഞാൻ അറിയാൻ വൈകിപ്പോയി. രാത്രി ഒരു നെഞ്ചുവേദന വന്നത് മെമ്പറെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും വിശപ്പിന്റെ കരച്ചിലടയ്ക്കാൻ കഴിയാത്ത വികസനം പുരോഗതിയല്ല, പരാജയത്തിന്റെ. ഞാൻ പോകാം. ചായയുടെ പൈസ പിന്നോ? ആയിക്കോട്ടെ. ദാസമാമൻ ഇനി കട തുറക്കില്ലേ?